സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ കഥ ഒരു സഹോദരന്റെയും സഹോദരിയുടെയും വാക്കുകളിൽ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഒരു മികച്ച ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ എന്റെ എല്ലാ സ്വപ്നങ്ങളും എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് വാങ്ങാൻ കഴിയും. എനിക്ക് വേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ഹാൻഡ് ബാഗും ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണും എന്റെ സഹോദരന് മൊബൈലുകളെ കുറിച്ച് നല്ല അറിവുള്ളതിനാൽ നിലവിലുള്ള ഏതെങ്കിലും നല്ല മൊബൈൽ ഓഫറുകളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. നന്നായി, പുതിയ ജോലി കിട്ടിയതിന് അഭിനന്ദനങ്ങൾ. പക്ഷേ ആദ്യത്തെ ശമ്പളം ലഭിക്കും മുമ്പ് നീ നിന്റെ പണം എങ്ങനെ ചിലവാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ശരി, പണം മാനേജ് ചെയ്യുന്ന കലയെക്കുറിച്ച് അറിയാനുള്ള നല്ല സമയമാണിത്. ആദ്യം തന്നെ ഒരാളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവയില്ലാതെ നമ്മുടെ ജീവിതം കഠിനമായി തീരും. അതായത് ഭക്ഷണം, വസ്ത്രം, വീട്, പിന്നെ വിദ്യാഭ്യാസം എന്നിവ. ചില വസ്തുക്കൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ജീവിക്കാൻ അത്ര വലിയ അത്യാവശ്യം ഒന്നുമില്ല. അതിനെ നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. ലേറ്റസ്റ്റും വില കൂടിയതുമായ ഒരു സ്മാർട്ട് ഫോണിന്റെ ആവശ്യമൊന്നും നമുക്കില്ല, കാരണം കുറച്ച് വർഷങ്ങൾക്കകം തന്നെ അത് പഴയതായി തീരും. അതിന് പകരം നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം ഭാവിയിലേക്ക് വേണ്ടി ശ്രദ്ധാപൂർവം ചിലവഴിക്കേണ്ടതാണ്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. അതിനാൽ ഞാനിനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് പറയാമോ? നമ്മൾ ഒരു ബജറ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബജറ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ശരിയായി പ്ലാൻ ചെയ്യാൻ കഴിയും. നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് എത്ര പണം ചിലവാക്കണം, കൂടാതെ എത്ര പണം ഭാവിയിലേക്കായി സൂക്ഷിച്ചു വയ്ക്കണമെന്ന്. ഈ വിധത്തിൽ അനാവശ്യ ചിലവുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതോടൊപ്പം ഭാവിയിലേക്കുള്ള സമ്പാദ്യം എളുപ്പമാവുകയും ചെയ്യും. നിനക്ക് മനസ്സിലായോ നിധി? സമ്പാദ്യം നമ്മുടെ വരുമാനത്തിന്റെ ആ ഒരു ഭാഗമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഭാവി അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. എന്നാൽ സമ്പാദ്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വരുമാനം ചിലവിനേക്കാൾ കൂടുതലായിരിക്കണം. അതിനാൽ വരുമാനം കിട്ടിയാലുടൻ ആദ്യം തന്നെ സമ്പാദിക്കാനുള്ള പണം മാറ്റിവെക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ശേഷിക്കുന്ന പണം ചിലവാക്കാവൂ. എപ്പോഴും ചിലവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സേവിങ്സിനായിരിക്കണം. നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിക്ഷേപം നടത്തിയാൽ നിങ്ങളുടെ പണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടാതെ നമുക്ക് സാമ്പത്തിക സുരക്ഷയും ലഭിക്കും. ഇപ്പോൾ എനിക്ക് എന്റെ ആവശ്യങ്ങൾ പ്രധാനമാണ്: ഭക്ഷണം, പ്രതിദിന ചെലവുകൾ, സമ്പാദ്യം എന്നിവ. സഹോദര, നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ബജറ്റ് ഉണ്ടാക്കി. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പ്രയോജനം ലഭിച്ചു. ഇപ്പോൾ എന്റെ ചെലവുകളെയും സമ്പാദ്യങ്ങളെയും കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാം. അത് വളരെ നന്നായി നിധി. സേവിങ്സിനൊപ്പം തന്നെ നിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കായി ചിലവിന്മേൽ നിയന്ത്രണം വെക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലവിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് കൊണ്ട് ആദ്യത്തെ കാര്യം സാമ്പത്തിക സമ്മർദ്ദം കുറവായിരിക്കും. അതോടൊപ്പം കൂടുതൽ നിക്ഷേപം നടത്താനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ പക്കൽ ഒരു ചെറിയ വിത്തുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ അത് വിതച്ചു കഴിഞ്ഞാലുടൻ അത് വളരാൻ തുടങ്ങുന്നു. പിന്നെ കാലക്രമേണ ഇതിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. എന്നാൽ ഇതിൽ രസകരമായ കാര്യം ഇതാണ്: ഈ പുതിയ വിത്തും വളർന്ന് ഒരു പുതിയ ചെടിയുടെ രൂപം കൈക്കൊള്ളും. എന്നിട്ടവ സ്വയം വിത്തുൽപാദിപ്പിക്കാൻ തുടങ്ങും. വികസനത്തിന്റെ ഈ തുടർച്ചയായ ചക്രം കമ്പൗണ്ടിംഗ് അഥവാ ചക്രവിധിക്ക് തുല്യമാണ്. സങ്കല്പിക്കൂ, അഥവാ നിങ്ങൾ 10% വാർഷിക പലിശ നിരക്കുള്ള ഒരു അക്കൗണ്ടിൽ 1000 രൂപ നിക്ഷേപിച്ചുവെന്ന് കരുതുക. ആദ്യ വർഷത്തിന് ശേഷം നിങ്ങൾ 100 രൂപ പലിശയായി സമ്പാദിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ 100 രൂപ പിൻവലിക്കുന്നതിന് പകരം നിങ്ങൾ അത് തിരിച്ച് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ വർഷത്തിൽ നിങ്ങളുടെ പ്രാരംഭ നിക്ഷേപത്തുകയായ 1000 രൂപയിൽ മാത്രമല്ല, രണ്ടാമത് നിക്ഷേപിച്ച 100 രൂപയിൽ നിന്നും അധികമായി പലിശ ലഭിക്കും. അത് തുടർച്ചയായി പണം വർദ്ധിക്കുന്നതിന്റെ ഒരു സൈക്കിളായി മാറുന്നു. നിങ്ങളുടെ പണം എപ്പോൾ ഇരട്ടിയാകുമെന്ന് അറിയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമല്ല. ഇതിനായി നിങ്ങൾ റൂൾ ഓഫ് 72 ആൻഡ് റൂൾ ഓഫ് 144 മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിയാകുവാൻ എത്ര സമയമെടുക്കുമെന്ന് അറിയാൻ 72നെ പലിശ നിരക്ക് കൊണ്ട് ഹരിക്കുക. ഉദാഹരണത്തിന് വിചാരിക്കൂ, നിങ്ങൾ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തി എന്ന് 6% പലിശ നിരക്കിൽ. അഥവാ നിങ്ങൾ 72നെ 6 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 12 എന്ന് കിട്ടും. ഇതിനർത്ഥം നിങ്ങളുടെ നിക്ഷേപം 2 ലക്ഷമാകുന്നതിന് 12 വർഷം എടുക്കുമെന്നാണ്. അതേപോലെ തന്നെ എത്ര സമയം കൊണ്ട് നിങ്ങളുടെ പണം 4 ഇരട്ടിയാകുമെന്ന് അറിയുന്നതിനു വേണ്ടി 144നെ പലിശ നിരക്ക് കൊണ്ട് ഭാഗിക്കുക. അതെയോ? അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. എന്റെ സഹോദരി വളരെ സ്മാർട്ടാണ്. പക്ഷെ നിധി, നിന്റെ സാമ്പത്തിക ലക്ഷ്യവും സ്മാർട്ട് ആകേണ്ടതുണ്ട്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്മാർട്ട് സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നത് വളരെ വ്യക്തമായിരിക്കണം. പിന്നെ നിന്റെ താല്പര്യങ്ങളും മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നവയുമായിരിക്കണം.
ഈ ലക്ഷ്യം ഒരു പ്രയാസവും കൂടാതെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിനക്ക് നേടാവുന്നതാണ്. ഉദാഹരണത്തിന് മോട്ടോർ സൈക്കിളിനു വേണ്ടി സമ്പാദിക്കുക വ്യക്തമല്ലാത്തതും വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ലക്ഷ്യമാണ്. നിങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞുവെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? എന്നാൽ 10 മാസം കൊണ്ട് 100 cc മോട്ടോർ സൈക്കിളിനായി 50,000 രൂപ സമ്പാദിക്കുക എന്നത് ഇതൊരു സ്മാർട്ട് സാമ്പത്തിക ലക്ഷ്യമാണ്. നന്ദി സഹോദര. നിങ്ങൾ ഇന്ന് എനിക്ക് വിശദീകരിച്ച കാര്യങ്ങൾ എന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ വളരെ ഉപയോഗപ്രദമാകും. അവളുടെ മൂത്ത സഹോദരന്റെ മാർഗനിർദ്ദേശത്തോടെ ഇളയ സഹോദരി സാമ്പത്തിക അറിവിന്റെ പുതിയ ദിശ കണ്ടെത്തി. ഇപ്പോൾ 2 സഹോദരങ്ങളും ബുദ്ധിപൂർവം തങ്ങളുടെ സുരക്ഷിതമായ സാമ്പത്തിക ഭാവിയിലേക്ക് പുരോഗമിക്കുന്നു.